ഇന്നത്തെ ദിവസം പണിമുടക്കാം. ജോലി വീട് അതിന്റെ ഇടയ്ക്ക് ഒരു ലീവ് കിട്ടുന്നത് അടിപൊളി. അപ്പൊ രാവിലെ തന്നെ പൂര ഉറക്കത്തിൽ നിന്ന് എണ്ണിട്ട് അപ്പനെ നോക്കിയപ്പോ 18-കാരനാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഡൈ ചെയ്യുക. സുന്ദരനാ. അതിനുശേഷം നമ്മുടെ അമ്മയുടെ അടുത്തോട്ട് പോകാം. ഉച്ചത്തേക്കുള്ള ചോറുണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ ഉച്ചയ്ക്കാണ് എണ്ണിട്ട് ഇല്ല, 11 മണി ആയതേ ഉള്ളൂ. രാവിലെ എണ്ണിട്ട് ഒരു കാപ്പിപ്പൊടി, അത് നിർബന്ധമാണ്. അതിനുശേഷം സമയം പോകാൻ വേണ്ടി റീൽസ് കുറെ നേരം കണ്ടോണ്ടിരുന്നു. പണ്ടൊക്കെ ഫോണില്ലാത്ത സമയത്ത് ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മ പറഞ്ഞു ചായം കൊണ്ട് നിന്ന് കുടിക്കും. ഇതാണ് ഞങ്ങളുടെ ചെറിയ അമ്മൂമ്മയുള്ള സമയത്ത് ചീനി, ചേമ്പ്, കാച്ചിൽ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ബട്ട് സ്റ്റിൽ ഇപ്പൊ വാഴകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പണ്ട് ഈ ഉണക്കമടൽ കാണുമ്പോൾ അമ്മയോട് പറയും 2 ബാറ്റ് ഉണ്ടാക്കി തരാം. നല്ല ബാറ്റ് മേടിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. എത്ര 6ഉം 4ഉം അടിച്ച കാലങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. പക്ഷെ എനിക്ക് ഫുട്ബോളിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫുട്ബോളിൽ റൊണാൾഡോനെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ആർക്കോടാണ് ഇഷ്ടം? അതിനുശേഷം വീടിന്റെ തട്ടുംപുറം കണ്ടിട്ട് കുറെ കാലമായി. വാഴകൾക്കിടയിൽ കൂടെ എന്റെ മനോഹരമായ തട്ടുംപുറമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീടായാലും തട്ടുംപുറത്ത് കയറിയിട്ട് കാലങ്ങളായി. അമ്മ ചീനി വേവിക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയ ഇടിയപ്പവും ഭംഗിക്ക് ഒരു മുട്ടയും പിന്നെ ഒരു കിഴങ്ങ്. അതെല്ലാം കഴിച്ച ശേഷം ആകെയുള്ള മുതലെന്ന് വെച്ചാൽ ഈ കാർ, ഈ ബൈക്കും, അതും EMI ആണ്. അതുപോലെ ഒരു കാർ, ഒരു എഡിറ്റിംഗ് റൂമും കൂടെയാണ്. നമ്മുടെ ഡോറെല്ലാം അടിച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കത്തില്ല. അതാണ് എന്റെ പ്രൊഫഷണൽ എഡിറ്റ്. വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ഒഴിവ് ദിവസങ്ങൾ കിട്ടുമ്പോൾ വീഡിയോകളെല്ലാം എഡിറ്റ് ചെയ്ത് വെക്കും. ഒഴിവ് ദിവസങ്ങൾ കിട്ടാത്ത സമയത്ത് രാത്രി നിന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും റീച്ചും കാണത്തില്ല, സപ്പോർട്ടും ഇല്ല, ലൈക്കും. സാരമില്ല, എന്തെങ്കിലും ഒരു നാൾ റീച്ച് ആവുന്ന എന്റെ മനസ്സ് പറയുന്നുണ്ട്.